ബ്രോയിലർ ചിക്കൻ ധാരാളമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് PCOD വരുന്നതെന്ന് എപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും PCODക്കാർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. ബ്രോയിലർ കോഴി നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഇടക്കാലത്ത് ബ്രോയിലർ ചിക്കനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഹോർമോൺ ഇഞ്ചക്ഷനാണ് പലപ്പോഴും ഇതിൻ്റെ റീസണായിട്ട് ഇപ്പോഴും ആളുകൾ പറയാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രോയിലർ ചിക്കന് ഹോർമോൺസ് അല്ല ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഹോർമോൺസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫീമെയിൽ ഹോർമോൺ ആയിട്ടുള്ള എസ്ട്രജൻ അല്ല കൊടുക്കുന്നത്, ഗ്രോത്ത് ഹോർമോൺ ആണ് കൊടുക്കുന്നത്. അതും ഒരുപാട് കോസ്റ്റ്ലി ആണ് ഈ ഹോർമോൺ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അതൊരിക്കലും കോഴിയിൽ കുത്തി വെക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യം ഒരു കോഴി വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ മാത്രമല്ല ഹോർമോൺസിൻ്റെ വില. നിങ്ങൾ ഒരിക്കലെങ്കിലും PCODക്ക് ഹോർമോൺ ഗുളിക കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലേ ഹോർമോണിന് എന്തുമാത്രം വിലയാണെന്നുള്ളത്. എന്ന് വിചാരിച്ച് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓടിപ്പോയി KFCയും ചിക്കനും കണ്ടമാനം കഴിച്ചോളൂ എന്നല്ല പറഞ്ഞത്. ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാം, ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കറി വെച്ച് കഴിക്കുമെങ്കിൽ, പൊരിച്ചും വറുത്തും കഴിക്കുന്നതും പുറത്തു നിന്ന് ധാരാളമായിട്ട് കഴിക്കുന്നതും PCOD ഉള്ള ആളുകൾക്ക് ഒട്ടും നല്ലതല്ല, അല്ലാത്ത ആളുകൾക്കും നല്ലതല്ല. PCODക്കാർക്ക് കീപ്പ് ചെയ്യേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കിട്ടാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത ശേഷം ഡയറ്റ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും. ഫോളോ ഫോർ മോർ. ബൈ.